കുറേയൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ ഇതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതിൽ തന്നെ വരുന്ന ചില വ്യക്തികളെ ഉപയോഗിച്ചാണ് ഇവർ പരസ്യം ചെയ്യുന്നത്. ഇവരെ വിശ്വസിക്കുന്ന ആൾക്കാരെല്ലാം അവർ എന്ത് പറയുന്നു അതിൻ്റെ പിന്നാലെ പോകുന്നൊരു കാലഘട്ടമാണിത്. അപ്പോൾ അതിനെതിരെ നമ്മുടെ ഈ ബൃഹത്തായ സംഘടന എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നു? അതും വളരെ പ്രസക്തമായൊരു കാര്യം തന്നെയാണ്. കാരണം വ്ളോഗേഴ്സ്, യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് എന്നിങ്ങനെ നമ്മളെ സാധാരണ ജനങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം കൊടുത്തുകൊണ്ട് ക്ലിനിക്കിൻ്റെ ചികിത്സാ രീതികളും ഉള്ളതിൽ കൂടുതൽ പൊലിപ്പിച്ച് കാട്ടി അങ്ങേയറ്റം ബാക്കിയുള്ള ജനങ്ങൾക്കെല്ലാവർക്കും തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിൽ ഇവിടെ മാത്രമേ ഈ ചികിത്സ ഉള്ളൂ എന്നുള്ള വിധത്തിൽ തെറ്റിദ്ധാരണ തരുന്ന വിധത്തിലുള്ള പരസ്യങ്ങൾ ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും പ്രചാരമായിട്ടുള്ള ഏതാനും ക്ലിനിക്കുകൾ ചെയ്യുന്ന ഏറ്റവും വലിയത്. അത് തെറ്റാണ്, നമ്മളുടെ നിയമപ്രകാരം തെറ്റാണ്. ബാക്കിയുള്ള ക്ലിനിക്കുകൾ, അതായത് 90% ക്ലിനിക്കുകളും ഇതുപോലെ പരസ്യം ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം അവർ ആ നിയമാവലിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന് മാത്രമാണ് എന്ന് വിചാരിച്ച് ബാക്കിയുള്ള ക്ലിനിക്കുകളിലൊന്നും ഇതില്ല, ഈ ഒരു ചികിത്സാ സൗകര്യം ഇവിടെ മാത്രമേ ഉള്ളൂ, പരസ്യം ചെയ്യുന്നിടത്ത് മാത്രമേ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് പരക്കാനുള്ള സാധ്യതയും ഇതിൽ കാണുന്നു. ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറഞ്ഞ എല്ലാവിധ ചികിത്സകളും നൂതന സാങ്കേതിക വിദ്യകളും ഒട്ടുമിക്ക എല്ലാ ഡെൻ്റൽ ക്ലിനിക്കുകളും കേരളത്തിലുടനീളം കിട്ടുന്നു എന്നുള്ള വസ്തുതയാണ്. അല്ലാതെ പരസ്യം ചെയ്യുന്നവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചികിത്സാ സമ്പ്രദായങ്ങളോ രീതിയോ അല്ല. ഇതിനോട് എനിക്ക് ചേർത്തൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പം ഒരു ചികിത്സാ രീതി, അതായത് ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിയുമ്പോൾ ആൻജിയോപ്ലാസ്റ്റി മാത്രമേ പറ്റൂ അല്ലെങ്കിൽ ബൈപ്പാസ് മാത്രമേ പറ്റൂ എന്നല്ല, സാഹചര്യങ്ങളനുസരിച്ച് ചികിത്സാ രീതികൾ തീർച്ചയായിട്ടും മാറും. അതുപോലെ തന്നെയാണ് നമ്മുടെ പല്ലിൻ്റെ കാര്യത്തിലും. ഇപ്പോൾ ഒരു പല്ലിൽ കമ്പിയിടണമെങ്കിൽ തന്നെ പല്ലിൽ കമ്പിയിടേണ്ട സാഹചര്യങ്ങളുണ്ട്, പല്ലിൽ കമ്പിയിടുക തന്നെ വേണം. പല്ലിൽ കമ്പി ഇടാത്ത സാഹചര്യങ്ങളുണ്ട്, പല്ലിൽ കമ്പിയിടണ്ട. അപ്പം അത് മനസ്സിലാക്കി തന്നെയാണ് ചികിത്സാ രീതികൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്.